എറണാകുളത്ത് കോതമംഗലത്തെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതിയായ രണ്ടാനമ്മയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഉത്തർപ്രദേശ് സ്വദേശിയായ അജാസ് ഖാന്റെ മകൾ 6 വയസ്സുള്ള മുസ്കാനെയാണ് രണ്ടാനമ്മ നിഷ കൊലപ്പെടുത്തിയത്. ഉറങ്ങിക്കിടന്ന കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ദമ്പതികൾ 10 വർഷമായി കോതമംഗലത്താണ് താമസം. രാവിലെ ഉണരുമ്പോൾ കുട്ടിക്ക് ബോധമില്ലായിരുന്നുവെന്നും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു എന്നുമാണ് രണ്ടാനമ്മ ആദ്യം പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്ന് വ്യക്തമായി. അച്ഛന് കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്നാണ് സൂചന. വിവരങ്ങളുമായി അലി അക്ബഷ ചേരുന്നു. അലി അക്ബഷ, ആ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുകയാണ്. രണ്ടാനമ്മയാണ് പ്രതി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അച്ഛന് പങ്കില്ല എന്ന് തന്നെയാണോ പോലീസ് തീർത്തും പറയുന്നത്? തൻ്റെ കുട്ടിയല്ലാത്തത് കൊണ്ട് ഈ കുഞ്ഞൊരു ബാധ്യതയാകുമെന്ന് കരുതി ഒഴിവാക്കാനായിരുന്നോ രണ്ടാനമ്മയുടെ ശ്രമം? ഇത്ര ക്രൂരയാണല്ലേ അലി അക്ബഷ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞ കോതമംഗലത്തെ നെല്ലിക്കുഴിയിലെ ഈ 6 വയസ്സുകാരിയുടെ കൊലപാതകം നടന്ന വീട്ടിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് അജാസ് ഖാന്റെയും കുടുംബത്തിന്റെയും വീട്. ഏകദേശം 7 വർഷത്തോളമായി ഈ വീട്ടിലായിരുന്നു അജാസ് ഖാനും കുടുംബവും താമസം. ഈ സൈഡിൽ കാണുന്ന റൂമിലാണ് ഈ 6 വയസ്സുകാരി രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയിരുന്നത്. അജാസ് ഖാൻ പറയുന്നതനുസരിച്ച് രാത്രി അജാസ് ഖാൻ ജോലിയുടെ ഭാഗമായി പുറത്തേക്ക് പോകുമ്പോൾ തന്നോടൊപ്പം ഭക്ഷണം കഴിച്ച് കിടന്നതാണ് മകൾ. പിറ്റേന്ന് രാവിലെ, അതായത് ഇന്നലെ പുലർച്ചെയാണ് ഇത്തരത്തിലൊരു മരണവിവരം ആദ്യഘട്ടത്തിൽ പുറത്തറിയുന്നത്. നാട്ടുകാർ സംശയം തോന്നിയതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസിനെ അറിയിക്കുന്നത്. പിന്നീട് പോലീസ് വന്നുള്ള പരിശോധനയിൽ ഇവർ പറഞ്ഞത്, ഈ അജാസ് ഖാനും അതുപോലെ തന്നെ ഭാര്യയായ അനിഷയും പറഞ്ഞത്, ഈ കുട്ടിയെ ഈ രാവിലെ ഉണരുമ്പോൾ, രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ കുട്ടി രാവിലെ ഉണരുമ്പോൾ മരിച്ച അവസ്ഥയിലായിരുന്നു. ആശുപത്രിയിലെത്തി മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നായിരുന്നു ഈ ദമ്പതികളുടെ മൊഴി. പിന്നീട് പോലീസ് ഈ നിഗമനത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതും ഇതിൽ കുട്ടി ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നും വ്യക്തമാകുന്നത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ, ഇന്നലെ രാത്രി വരെ ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ അജാസ് ഖാനെയും അതുപോലെ തന്നെ ഈ അനീഷയും നടത്തി. ഈ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വിവരം പുറത്തു വരുന്നത്. പല വിധത്തിലുള്ള അസംഷൻസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലവിലുണ്ട്. പോലീസ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വ്യക്തത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ഇതൊരു കൊലപാതകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അജാസ് ഖാന്റെ ഭാര്യയായിട്ടുള്ള അനീഷ കസ്റ്റഡിയിലുണ്ട്. കൊലപാതകം അവരാണ് നടത്തിയതെന്ന് ഉറപ്പിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വ്യക്തതയും പോലീസ് ഈ ഘട്ടത്തിലും നൽകുന്നില്ല. അവ്യക്തമായ പല വിധത്തിലുള്ള വിഷയങ്ങൾ ഇതിലുണ്ട്. ഇതിലൊരു ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നുണ്ട് എന്നൊരു സൂചന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അതിലൊരു വ്യക്തത ഇപ്പോഴും വരുന്നില്ല. അനീഷയ്ക്ക് ഈ മാനസികമായി പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ഇവർക്ക് ബാധ കയറാറുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ അജാസ് ഖാന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് സമീപവാസികൾ എന്തായാലും അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ നാട്ടുകാരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരെല്ലാവരും എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഇന്നലെ എന്താണ് ഈ സംഭവം? ഈ കുട്ടിയുടെ ഡെഡ് ബോഡി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്താണ് അറിയുന്നത്? ഇവിടെ രാവിലെ ഈ അയൽവക്കത്തുള്ള ഈ സ്ത്രീയുടെ അടുത്താണ് അജാസ് ഖാൻ കുട്ടി അനങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ ഇവരെ അറിയിക്കുകയും ഇവർ കയറി ചെല്ലുമ്പോൾ അജാസ് ഖാൻ കുട്ടിയെ വാരി കയ്യിലെടുത്ത് നിൽക്കുന്നൊരവസ്ഥയിലാണ് ഈ തൊട്ടടുത്തുള്ള ഈ സ്ത്രീ കാണുന്നത്. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ വിറങ്ങലിച്ച് സ്റ്റിഫായിരിക്കുന്ന ഒരവസ്ഥയാണ് കുട്ടിയുടെ അപ്പോഴത്തെ സാഹചര്യം. അതിനുശേഷം അജാസ് ഖാൻ ആ ഡൈനിങ് ടേബിളിലേക്ക് കുട്ടിയെ കിടത്തുകയും തുടർന്ന് ഈ നാട്ടുകാരെ എന്നെ അറിയിക്കുകയും, ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്, ഈ വാർഡിലെ മെമ്പറാണ്, ടി എം അബ്ദുൽ അസീസ് എന്നാണ് എൻ്റെ പേര്, എന്നെ അറിയിക്കുകയും ഞാനത് ഇവിടെ എത്തുകയും 7 മണിയോടുകൂടി ഇവിടെ എത്തിയതിന് ശേഷം അപ്പം തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഞാൻ വന്നപ്പോൾ അജാസ് ഖാനോട് ചോദിച്ചപ്പോൾ അജാസ് ഖാൻ പറഞ്ഞ വാചകങ്ങൾ, ഈ അജാസ് ഖാൻ രാത്രി ഒന്നിച്ച് 10-10:30 കുട്ടികളുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും കുട്ടികളെ കിടത്തിയതിന് ശേഷം ഞാൻ എൻ്റെ പണിസ്ഥലത്തേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷം അജാസ് ഖാൻ എത്തിയത് 1-1:30 2 മണിക്കിടയിലാണ് ഇവിടെ എത്തിയതെന്നാണ് പറഞ്ഞത്. അതിനുശേഷം രാവിലെ എണിക്കുമ്പോൾ ഇളയ കുട്ടി വന്ന് അജാസ് ഖാനെ വിളിക്കുന്നു. അജാസ് ഖാൻ ഈ ചേച്ചി എണിക്കുന്നില്ല. അതായത് 2 കുട്ടികളുണ്ടായിരുന്നു. ഈ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയും അജാസിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടിയാണ് മൂത്ത കുട്ടി, മരിച്ച കുട്ടി. ഈ കുട്ടി എണിക്കുന്നില്ല എന്നുള്ള ഇളയ കുട്ടി അജാസിനെ അറിയിക്കുക. അജാസ് വന്ന് നോക്കുമ്പോഴാണ് ഈ കുട്ടി മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ പോലെ തോന്നിയതും എടുത്തു കൊണ്ടുവന്ന് കാണിക്കുന്നു. ഈ അജാസ് എത്ര വർഷമായി ഈ ഭാഗത്ത് താമസിക്കുന്നു? ഇവിടെ എൻ്റെ 7 വർഷത്തോളമായി അജാസ് താമസിക്കുന്നു. അജാസിന്റെ പിതാവ് ഉണ്ടായിരുന്നു. പിതാവ് കുറച്ച് നാൾ മുമ്പ്, ഒരു 2 വർഷം മുമ്പ് UP-യിലേക്ക് തിരിച്ചുപോയി. അജാസും പിതാവും കൂടി കുഞ്ഞും കൂടി തിരിച്ചു പോയതിനു ശേഷം പിതാവ് അവിടെ വെച്ച് മരണപ്പെടുകയും. ഈ അജാസ് പറയുന്ന പോലെ അനീഷയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു? നേരത്തെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ അജാസ് പറയുമ്പോൾ
മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ബാധയുണ്ട്. അതുകൊണ്ട് വൈഫ് അതിനു വേണ്ടിയുള്ള പ്രതികരണങ്ങളിലേക്ക് ഒക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നൊരു വേവലാതി ഇന്നലെ പറയുന്ന ഒരു അവസ്ഥ. അരുൺ, ഇതാണ് ഈ വിഷയം പോലീസിന്റെ ഭാഗത്തുനിന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇതിലൊരു വ്യക്തത ഇപ്പോഴും പോലീസ് നൽകുന്നില്ല. എന്തായാലും 7 വർഷത്തോളമായി ഈ കാണുന്ന വീട്ടിലാണ് അജാസ് ഖാനും കുടുംബവും താമസം. ഇവിടെ 2 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് അജാസ് ഖാന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടി, ഒന്ന് അനീഷയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടി. അജാസ് ഖാന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടിയെയാണ് ഇത്തരത്തിൽ അനീഷ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന് ബാധ കൂടി എന്ന തലയിലുള്ള ഒരു പ്രസ്താവന, അതിൽ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടോ എന്നെല്ലാം പോലീസ് വിശദമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ തന്റെ കുട്ടി അല്ലാത്തതിനാൽ ഈ കുഞ്ഞിനെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് അനീഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന നിലയിലുള്ള ഒരു വിഷയവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിലാണ് 6 വയസ്സുകാരിയുടെ ക്രൂര കൊലപാതകം നടന്നത്. പോലീസ് എല്ലാ ആംഗിളിൽ നിന്നുമുള്ള വിശദമായ അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വിശദമായ പ്രതികരണത്തിന് ഇല്ല എന്നാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയും ആലുവ റൂറൽ എസ് പി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. മറ്റാരെങ്കിലും എത്ര നിഷ്കളങ്കയായ ഒരു കുഞ്ഞാണ്, രണ്ടാനമ്മയാണ് കൊന്നുകളഞ്ഞത്. താങ്ക് യു അലി. അലിയാണ് അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചത്. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെയൊക്കെ കൊന്നുകളയാൻ ഒരു അമ്മയ്ക്ക് തോന്നുന്നത് എന്താണ്? ആ കുഞ്ഞ് ഭാവി ജീവിതത്തിന് തടസ്സമാകും എന്ന് കരുതി കൊന്നുകളഞ്ഞു എന്നാണ്. ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ ഈ കൊലപാതകം ചെയ്യുന്നവരെ ശാസ്ത്രീയമായ എല്ലാ ടെസ്റ്റും നടത്തി അവർ തന്നെ ചെയ്തതെന്ന് തെളിഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധിച്ചുകൂടെ? എങ്കിലും ഇതുപോലത്തെ ക്രൂര കൊലപാതകങ്ങൾ ഇല്ലാതാവും. നടക്കത്തില്ല അഭിനവ്. ഈ വധശിക്ഷയൊന്നും ആ അർത്ഥത്തിലൊരു ക്രൈം ഡിറ്ററൻ്റ് അല്ല. എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യാനോ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനോ പറ്റിയ ശിക്ഷാ നടപടിയല്ല എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ബലാത്സംഗത്തിന് വധശിക്ഷ വിധിച്ചില്ലേ? എന്നിട്ട് നമ്മുടെ നാട്ടിൽ ബലാത്സംഗം നടക്കുന്നില്ലേ? ഇതൊന്നുമല്ല. ഈ ചില മനുഷ്യരങ്ങനെയാണ്, അവരുടെ മനസ്സങ്ങനെ ആയിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സാമൂഹിക ജീവിതത്തിലുണ്ടാകുന്ന വിള്ളല നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലാ നാട്ടിലും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രണ്ടാനമ്മ 6 വയസ്സുള്ളൊരു കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ ആ കുഞ്ഞ് അവസാനത്തെ നിമിഷം എന്തായിരിക്കും അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുക? ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊല്ലാൻ പോകുന്ന സമയത്ത് ഇവരുടെയൊക്കെ വിചാരം ഇതൊന്നും കണ്ടുപിടിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ കേരള പോലീസിനെ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇതൊക്കെ ആ നിമിഷം കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ ആ ചിന്തയങ്ങ് മാറുമായിരിക്കും. ആ നിമിഷമാണ് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകയെ സൃഷ്ടിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയല്ല, ചിലരങ്ങനെ ആസൂത്രണത്തോടുകൂടി കൊലപാതകം നടത്തുന്നവരും ഉണ്ടാവും. എന്തായാലും കൊച്ചിയിൽ നിന്നെത്തിയ വാർത്ത വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്.